എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇലക്ഷനൊക്കെ ഒന്ന് മത്സരിക്കണ്ടേ? ഞാനോ മത്സരിക്കാനോ? എന്തെങ്കിലുമൊക്കെ കാണിച്ച് സെലിബ്രിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ മത്സരിക്കാതോ? അതല്ലേ ഇപ്പത്തെ ട്രെൻഡ്. അത് ശരിയാ. അതിന് ബിഗ് ബോസിലെങ്കിലും അവസരം കിട്ടണ്ടേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ എന്തോരാളുകളാ അല്ലേ? അതെ അതെ, ഒത്തിരി സെലിബ്രിറ്റീസ് ഇത്തവണ മത്സരത്തിനുണ്ട്. അത് അതെ അതെ, രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ നമുക്ക് ഏകദേശം വേണമെങ്കിൽ അങ്ങനെ പറയാം. സെലിബ്രിറ്റികളും പേരുള്ളവരും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുള്ളവരും ഉണ്ട്. അതിൽ പ്രമുഖൻ എന്ന് പറയണത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പിഷാരടി തന്നെ. പിഷാരടി എവിടെ നിൽക്കുന്നത്? പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. പതിവ് പോലെ തന്നെ ഗണേഷ് കുമാർ പിന്നെ നമ്മള് ആ സെലിബ്രിറ്റി പട്ടം കൊടുക്കണ്ട. പുള്ളി വർഷങ്ങളായിട്ട് MLA ആണല്ലോ. അതെ അതെ, പുള്ളി വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പുള്ളി തന്നെയായിരിക്കും. പുള്ളിക്ക് ഇത്ര അലിഗേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും പുള്ളി ജയിക്കും. അപ്പോഴും പുള്ളി പറഞ്ഞത് ഓർമ്മയില്ലേ? പത്തനാപുരക്കാര് കൈവിടില്ല. അത്രയും കോൺഫിഡൻസിലാണ് പുള്ളി. അത് പോട്ടെ, നമുക്ക് അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാലോ? അല്ലാത്തവരില് ഏറ്റവും പ്രമുഖൻ ആരാണ്? NDA തന്നെ ഞാൻ പറയുകയാണെങ്കിൽ മേജർ രവി. ഞാൻ പറയുകയാണെങ്കിൽ അത് അഖിൽമാരാറാ. ആണോ? അഖിൽമാരാറ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ നമ്മൾ കുറെ ആളുകൾ കരുതിയത് അദ്ദേഹം കോൺഗ്രസിലേക്ക്. കാരണം അടുത്ത കാലത്തായിട്ട് രമേശ് ചെന്നിത്തലയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഷോ. അതിന്റെ ഇടയിൽ ഒറ്റ ദിവസം കൊണ്ട് 2020 NDA സഖ്യം. അതായത് പുള്ളി പറയുകയും ചെയ്തു BJP പോലെ ഇങ്ങനത്തെ ഒരു പാർട്ടി ദിവസം പുള്ളി തൃക്കാക്കരയിലല്ലേ മത്സരിക്കുന്നത്. അപ്പൊ പുള്ളി അതേപോലെ തന്നെ പുള്ളി പറയുകയും ചെയ്തു 100 ദിവസം ബിഗ് ബോസ് കണ്ട ആരും എനിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ ആളുകളൊക്കെ ബിഗ് ബോസ് കണ്ടിട്ട് അവിടെ പോയിട്ട് വോട്ട് ചെയ്യേണ്ടി വരുമോ? നല്ല ഗവൺമെന്റ് ബിഗ് ബോസ് പെർഫോം ചെയ്തു, നിങ്ങളാണ് അടുത്തത്. അത് മാത്രമല്ല മേജർ രവി മത്സരിക്കുന്നത്. അദ്ദേഹം ഒറ്റപ്പാലത്താണ് മത്സരിക്കുന്നത്. ഒറ്റപ്പാലത്തുനിന്ന് NDA സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു NDAയിൽ ആളുകൾ ഇല്ലായിട്ട് ഇവര് സെലിബ്രിറ്റീസിന്റെ പൈസ കൊടുത്ത് വാങ്ങിയാണ്. അത് 2020 ആളുകൾക്കാണ് അത് വരുന്നത്. ഇപ്പൊ നേരിട്ട് NDA കൊടുത്തു എന്ന് പറയുന്നതിനൊക്കെ എന്തായാലും വാങ്ങിയതായിരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ വേറൊരാളാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ. ബിഗ് ബോസ് സെയിം തന്നെയാണ്, നടിയാണ്. പക്ഷെ നമ്മള് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് അവര് കൂടെയാണ്. അത് മാത്രല്ല പുള്ളിക്കാരത്തി പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ജയറാമൊക്കെ ഇറങ്ങണം ആഗ്രഹം എന്നാണ്. പെരുമ്പാവൂരാണ് മണ്ഡലം ആഗ്രഹം എന്ന് പറഞ്ഞാൽ. അത് മാത്രല്ല പുള്ളിക്കാരത്തി വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിനെ എനിക്ക് അറിയാം, എന്റെ നാളെ ആ ഒരു വൈബ് പുള്ളിക്കാരത്തി പറഞ്ഞു. എനിക്കിങ്ങനെ ഇനി പ്രവർത്തിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ബിഗ് ബോസിൽ ഒരു 100 ദിവസം നമ്മള് കണ്ടതാണല്ലോ. പുള്ളിക്കാരി എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. ആരാണത്? വീണ നായരല്ലേ? അതെ, ബിഗ് ബോസ് താരം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരത്തി നടിയാണ്. സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ആത്മീയതയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ ചെറുപ്പം മുതൽ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പഴയ SFIക്കാരിയാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് പുള്ളിക്കാരത്തിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുക ഇതിന്റെ ഒരു. അതെ, ശരിയാണ്. അങ്ങനെ ഒരു അവസരം നൽകിയ 2020 പിന്നെ വേറൊരാളുണ്ട്, ആളിത്തിരി വെറൈറ്റിയാ. പണ്ടൊക്കെ എങ്ങനെയാ ഇലക്ഷന്റെ സമയമാകുമ്പോ പരിപാടികള്? പ്രചരണം നടക്കും, ജനകീയ യാത്രകൾ നടക്കും, സമ്പർക്കങ്ങൾ പരിപാടികൾ നടക്കും. എന്നാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ മുതലേ പുള്ളിക്കാരത്തി ആദ്യം ചെയ്തത് ഒരു ഗണപതി ഹോമം അങ്ങ് കാച്ചു ചെയ്തത്. ഗണപതി ഹോമം ഒക്കെ നടത്തി, അതൊക്കെ നടത്തി ഐശ്വര്യമായി ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അഞ്ജലി നിക്കണത് തൃപ്പൂണിത്തറയിലാണ്. അതെ അതെ അതെ, അപ്പൊ ഐശ്വര്യമായിട്ട് പുള്ളിക്കാരത്തി തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അത് പണ്ടൊരു റിയാലിറ്റി ഷോയിലൂടെയൊക്കെ ഫേമസ് ആയി, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പ്രോമി കുര്യാക്കോസ്. എനിക്ക് മനസ്സിലായി, എനിക്ക് പുള്ളി അറിയാം. അതെ, പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പുള്ളി അങ്കമാലിയിൽ പുള്ളി 2020 സ്ഥാനാർത്ഥിയാണ്. 2020 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയതുപോലെയാണ് ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് എന്തെങ്കിലും നാടിന് ഉപകാരം ഉണ്ടാവും തോന്നുന്നുണ്ടോ നമുക്ക്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ പല സെലിബ്രിറ്റികളും ആണല്ലോ. പിന്നീട് ശരിയാണ്, MGR ഒക്കെ നോക്കുവാണെങ്കിൽ പുള്ളി സെലിബ്രിറ്റി ആയിരുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് മുകേഷ് MLA ആയിട്ട് കൊല്ലത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. MP ആയിട്ട് ഇപ്പൊ പോയ നമ്മുടെ സുരേഷ് ഗോപി ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും. അതെ അതെ. പിന്നെ അത് മാത്രമല്ല, സെലിബ്രിറ്റി എന്നുള്ള സിനിമ ഫീൽഡ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഒരാളാണ് ശ്രീലേഖ IPS. അതെ 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 അതെ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തിയും താരാണ്. പുള്ളിക്കാരത്തി മത്സരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി വട്ടിയൂർക്കാവ് മത്സരിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവില് നല്ല മത്സരം നടക്കാനുള്ള സാധ്യത. അതെ. അപ്പം
അപ്പൊ നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്താണ് നമുക്കിപ്പോ ഒരു സീറ്റ് വേണം നിയമസഭയില് ഇലക്ഷൻ പ്രമുഖ പാർട്ടികൾ ഒരു സീറ്റ് വേണം പ്രമുഖ പാർട്ടികൾ ഒരു സീറ്റ് വേണം നമുക്ക് മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ട് തോൽവി ജയം പാർട്ട് ഓഫ് ഗെയിം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബിഗ് ബോസിലേക്ക് അപേക്ഷിക്കണം എന്നാ പോവല്ലേ നമ്മളെ കാര്യം എടുക്കാനാ